ഹലോ ഡിയേഴ്സ്, ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഞാനിത് പഞ്ചസാര ഉപയോഗിച്ചിട്ടല്ല, ശർക്കര ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം പോയി നോക്കിയാലോ ഈ വട്ടയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പം 5 മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരിയാണ്. 5-6 മണിക്കൂറെങ്കിലും നമ്മൾ കുതിർത്ത് വെക്കണം. ഇനി നമ്മളത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. ഞാൻ 1 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിന് അരമുറി തേങ്ങ എടുത്തു. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ ചോറിൻ്റെ അളവ് ഒത്തിരി കൂടി പോവേണ്ട. പിന്നെ കുറച്ച് ചെറിയ ജീരകവും 3 ഏലക്കയും കൂടെ ഇട്ടു. ഇത് ഞാൻ വെള്ളത്തിന് പകരമായിട്ട് ഉരുക്കിയ ശർക്കര കൊണ്ടാണ് ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ 2 ശർക്കരയാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു ശർക്കരയുടെ അളവ് എന്ന് പറയുമ്പോൾ ഒരു കറക്റ്റ് മധുരമായിരുന്നു. ഒത്തിരി കൂടുതലും ഇല്ല, എന്നാൽ ഒത്തിരി കുറവും അല്ലാത്ത ഒരു കറക്റ്റ് മധുരമായിരുന്നു. ഇനി ഞാൻ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ ബൗളിലോട്ട് മാറ്റി. നമുക്ക് ഒത്തിരി ലൂസായി പോകരുത്, എന്നാൽ ഒത്തിരി തിക്കുമായി പോകരുത് കേട്ടോ. ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് മാവിന് വേണ്ടത്. ഞാൻ കുറച്ചൊരു പൊടിക്ക് ഈസ്റ്റും കൂടി ഇട്ടിട്ട് ഞാൻ അതൊന്ന് പുളിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. എനിക്കൊരു 6 മണിക്കൂറായപ്പോഴത്തേക്കും നന്നായിട്ട് നമ്മുടെ മാവൊക്കെ പുളിച്ചു പൊന്തി വന്നായിരുന്നു. ചൂടുള്ള സ്ഥലത്താണെങ്കിൽ 4-5 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ കുറച്ചുകൂടെ സമയം എടുക്കുന്നേ ഉള്ളൂ. ഞാൻ ഉണ്ടാക്കാൻ നേരത്തെ ഒരു പൊടി ഉപ്പും കൂടെ അതിലേക്ക് ഇട്ടു. അതുപോലെ തന്നെ നെയ്യിൽ വറുത്തെടുത്ത തേങ്ങാക്കൊത്തും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നല്ല ശക്തിയിൽ ഇളക്കരുത്, നമ്മളൊന്ന് പതിയെ ഇളക്കി കൊടുക്കാവുള്ളൂ കേട്ടോ. എല്ലാ ഭാഗത്തും നമ്മുടെ ഉപ്പും തേങ്ങയുടെ പീസൊക്കെ എത്തുന്ന രീതിയിൽ പതിയെ മയത്തിൽ വേണം നമ്മളൊന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ആ സമയത്ത് തന്നെ നമ്മൾ പാത്രം കൂടെ ഒന്ന് വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കണം. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ നെയ്യ് ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാം. അതിലേക്ക് നമുക്ക് ഈ മാവിൻ്റെ പകുതി, ഇപ്പോൾ എനിക്ക് 2 എണ്ണം ഉണ്ടാക്കാനാണ് ഈ 1 ഗ്ലാസ് അരിയുടെ അളവിന് എനിക്ക് 2 അപ്പം ഉണ്ടാക്കാനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പാത്രം നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് അതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ അതിൻ്റെ മാവിൻ്റെ പകുതി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 10-15 മിനിറ്റെങ്കിലും കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യത്തെ ഒരു 2-3 മിനിറ്റ് നമ്മളൊന്ന് ഹൈ ഫ്ലെയിമിലിടുക. അതിനുശേഷം കുറച്ച് ഇട്ടിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള ടൈം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ അപ്പമൊക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 3-4 സെക്കൻഡ് ഒന്ന് തുറന്ന് വെച്ചിട്ട് നമ്മൾ ഒന്ന് ആവി കയറ്റിയിട്ട് വേണം നമ്മൾ പുറത്തോട്ട് എടുക്കാൻ. അപ്പോൾ ആ മുകളിലുള്ള ഇങ്ങനെ തങ്ങി നിൽക്കുന്ന വെള്ളമയമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് പോയി കിട്ടും. നമ്മൾ തണുത്ത് കഴിഞ്ഞിട്ട് വേണം പ്ലേറ്റ് ഒന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് ഇളകി വരും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. അപ്പോൾ നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.